BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മാതൃസംഘടനയായ RSSും ഒക്കെ അവരുടെ ഒരു വിഷൻ 5-10 വർഷത്തേക്കല്ല ഒരു 30 വർഷം ഒക്കെ ടാർഗറ്റ് ഇട്ടിട്ടാണ് അവർ പ്രവർത്തനം തുടങ്ങുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ചില അജണ്ടകൾ അവർ സെറ്റ് ചെയ്യുമ്പോൾ അത് സംഭവിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ ഒരു 30 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോഴേ പ്രവർത്തിച്ച് തുടങ്ങുന്നത്. ത്രിപുരയിലായാലും ബംഗാളിലായാലുമൊക്കെ അവർ അധികാരം പിടിച്ചതും പിടിക്കുന്നതിനടുത്തെത്തിയതുമൊക്കെ ഈ രീതികൾ കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ അവർ വളരെ കാലമായി നോട്ടമിട്ടിരിക്കുന്ന ഒരു പ്രദേശം ദക്ഷിണേന്ത്യയാണ്. കാരണം ദക്ഷിണേന്ത്യയിലാണ് ഇനി പാർട്ടിക്ക് വേരൂന്നി മുൻപോട്ട് പോകേണ്ടത്. നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദക്ഷിണേന്ത്യയിൽ അവർക്ക് ആദ്യമായ ഒരു എൻട്രി കിട്ടിയത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ അവർ അധികാരത്തിൽ ഏറാൻ ഇല്ലെങ്കിൽ ആ പാർട്ടി വളരാൻ അവരെ സഹായിച്ചത് കർഷക സമരങ്ങളായിരുന്നു. ഈ കർഷക സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യെദ്യൂരപ്പ രംഗത്തെത്തുകയും ലിംഗായത്ത് സമുദായം അവരെ പിന്തുണച്ച് വരികയും ചെയ്തപ്പോൾ BJP ആ അവസരം നന്നായി മുതലെടുത്തു. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും ശക്തമായ ഒരു ഇടം കർണാടക ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 1-2 സീറ്റ് ചിലപ്പോൾ ഈ ഇലക്ഷൻ കുറഞ്ഞാൽ പോലും കോൺഗ്രസും BJP നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ഇടമാണ് കർണാടക അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് സംസ്ഥാനം തന്നെയാണ്. പിന്നീട് അവർക്ക് വളരാൻ സാധിച്ചത് തെലുങ്കാനയിലാണ്. അതിനൊരു പരിധിവരെ അവരെ സഹായിച്ചത് അസദുദ്ദീൻ ഓവൈസിയാണ്. നമ്മുടെ പഴയ PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ വേറൊരു പതിപ്പാണ് ഈ അസദുദ്ദീൻ ഓവൈസി. ആ ഒരു ഇതിൽ പിടിച്ച് കയറിക്കൊണ്ടാണ് BJP കഴിഞ്ഞ തവണ 4 MP സൃഷ്ടിച്ചെടുത്തത്. ഇത്തവണ MP എണ്ണം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആന്ധ്രാപ്രദേശ് അവരെ സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നം ഉണ്ട്. അത് മറ്റൊന്നുമല്ല, 2 സമുദായത്തിനിടയിൽ വിഭജിച്ച് കിടക്കുകയാണ് ആന്ധ്ര രാഷ്ട്രീയം. അതിൽ പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് TDPയോടൊപ്പം നിൽക്കുന്നത്. BJP അവിടെ തന്ത്രപൂർവ്വം ചെയ്തിരിക്കുന്നൊരു കാര്യം, NT രാമറാവുവിൻ്റെ മകളെ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷയാക്കിയിരിക്കുന്നത്. അതായത് നാളെ TDPക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന NT രാമറാവുവിൻ്റെ മരുമകനാണ്. ആ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമുദായവും ആ സമുദായത്തിൽ പെടുന്നവരും ആ പാർട്ടിയും ഒന്നടങ്കം BJPയിലേക്ക് എത്തും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് NTRൻ്റെ മകളെ ഇപ്പോഴേ അവർ അധ്യക്ഷയാക്കി വെച്ചിരിക്കുന്നത്. അതാണ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് അവരുടെ ശ്രദ്ധ തിരിഞ്ഞത് തമിഴ്നാട്ടിലേക്കായിരുന്നു. തമിഴ്നാട്ടിലേക്ക് അവർ ആ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ അവരാദ്യം ചെയ്ത കാര്യം, തമിഴ്നാട്ടിൽ BJP സംബന്ധിച്ച് അവർക്കൊരു പവർ ഉണ്ടായിരുന്നില്ല. ആ പവർ ഉണ്ടാക്കിയെടുക്കാൻ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പുതുച്ചേരി നിയമസഭ പിടിച്ചെടുക്കുകയായിരുന്നു. അതായത് NR കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൂടി പിടിച്ചുകൊണ്ട് BJP അവിടെ അധികാരം കൈയാളി. അതായത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ് സംസ്കാരമുള്ളിടത്ത് അവർ അധികാരത്തിലെത്തി. പിന്നീട് തമിഴ്നാട്ടിൽ അവർ ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ പലരെയും, കാരണം കാലങ്ങളായിട്ടിരുന്നിട്ടും പാർട്ടി ഗതിപിടിക്കാതെ വന്നതോടുകൂടി സ്ഥിരമായി കണ്ടുവന്ന മുഖങ്ങളെ അപ്പാടെ തുടച്ചു നീക്കിക്കൊണ്ട് എൽമുരുകനെ പോലെ അണ്ണാമലയെ പോലെ ഉള്ള യുവാക്കളെ അധികാരമേൽപ്പിക്കുകയും ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ട് തമിഴ്നാട്ടിൽ കാണാനുമുണ്ട്. കാരണം നാളിതുവരെ BJPയെക്കുറിച്ച് തമിഴ്നാട്ടിൽ കേൾക്കാനില്ലായിരുന്നെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അണ്ണാമലയും BJP മാത്രമായി മാറിയിരിക്കുന്നു. ADMK പോലും അപ്രസക്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തി. കാരണം അവരുടെ ആ ഒരു പ്ലാൻ കൃത്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ കുറച്ചധികം പണിപ്പെടേണ്ടി വന്നെങ്കിലും കൃത്യമായിരുന്നു. ഇനി അവരുടെ നോട്ടം കേരളത്തിലേക്കാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഇപ്പോഴുള്ള സംവിധാനം അടിമുടി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സീറ്റ് നേടാതിരിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. കാരണം പാർട്ടിക്ക് ശക്തമായ അടിത്തറ ഉണ്ടാക്കി അവരുടേതായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ്. നിലവിൽ ഉള്ള ആളുകൾ എല്ലാവരും മാറുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ അണ്ണാമലയെ പോലെയുള്ള, അത് വനിതയാകാം, യുവാക്കളാകാം, ആരുമാകാം, അതുപോലെ ശക്തയായ ഒരു നേതാവ് BJPയുടെ തലപ്പത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മുൻപ് കേരളത്തിൽ നാളിതുവരെ നടന്നിരുന്നത്, അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഈ അധ്യക്ഷ പദവി മാറിക്കൊണ്ടിരുന്നെങ്കിൽ അതിന് സമൂലമായ മാറ്റം വരും. അടി മുതൽ മുടി വരെ മാറുകയാണ്. അണ്ണാമലൈ തമിഴ്നാട്ടിൽ അധികാരം ഏൽപ്പിക്കുമ്പോൾ അണ്ണാമലൈ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് തനിക്ക് എന്തും ചെയ്യാനൊരു അധികാരം നൽകണമെന്ന് പറഞ്ഞു. അത് പ്രകാരം കേന്ദ്രം ആ അധികാരം നൽകിയതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് കുറേ അധികം ജില്ലാ പ്രസിഡന്റുമാരെ ഒറ്റയടിക്ക് അണ്ണാമലൈ പുറത്താക്കുകയുണ്ടായി. അതായത് അണ്ണാമലൈ പറയുന്നത് ഇവർ ജോലി ചെയ്യാത്തവരായിരുന്നു, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവരായിരുന്നു, അവരെ ഞാൻ മാറ്റുക ചെയ്തു, അതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കേന്ദ്രം അണ്ണാമലയ്ക്കൊപ്പം നിന്നു.
ആ ഇടയ്ക്ക് ഒരു മാധ്യമപ്രവർത്തകൻ അണ്ണാമലയോട് ചോദിച്ചത്, നിങ്ങൾ ഇത്രയും പേരെ, അതായത് ഇത്രയും വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് ഇത്രയും പേരെ നിങ്ങൾ നിർദാക്ഷിണ്യം പുറത്താക്കിയില്ലെന്ന് ചോദിച്ചപ്പോൾ അണ്ണാമല ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, തന്നെ കേന്ദ്രം ഇവിടെ വെച്ചിരിക്കുന്നത് ദോശ ചുടാനല്ല, പകരം പാർട്ടിയെ നന്നാക്കാനാണ് എന്നാണ്. ഏതാണ്ട് സമാനമായ രീതിയിലും കേരളത്തിലേക്ക് ഒരു വലിയ മാറ്റം വരും. കേരളത്തിലേക്ക് മാറ്റം വരുമ്പോൾ അതിന് 1-2 കാര്യങ്ങളുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. കേരളത്തിൽ ഏതാണ്ട് 100ഓളം വിവിധ പാർട്ടിയിലുള്ള നേതാക്കന്മാരുമായി അവർ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നേതാക്കളല്ല, അവരുടെ ഒരു മാനദണ്ഡമുണ്ട് BJPക്ക്. അതായത് ഒരു നേതാവ് വരുമ്പോൾ കുറഞ്ഞ പക്ഷം ആ നേതാവിൻ്റെ നാട്ടിലെങ്കിലും ജനസ്വാധീനമുള്ളവരെ മാത്രം പാർട്ടിയിലേക്ക് എടുത്താൽ മതി എന്നാണ് അവരുടെ ഒരു തീരുമാനം. അങ്ങനെയുള്ളവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ നൽകിയാൽ മതി. അതല്ലാതെ ഒരാൾക്ക് പാർട്ടിയിൽ ചേരുന്നുണ്ട് തെറ്റൊന്നുമില്ല, അങ്ങനെയുള്ളവരെ എടുക്കാം. പക്ഷേ ഒരു നേതാവ് വരുമ്പോൾ ആ നേതാവിൻ്റെ ഒപ്പം ഒരു ജനസ്വാധീനം കൂടി ഉണ്ടാകണം. അങ്ങനെയുള്ള 100ഓളം പേരെ CPM-ൽ നിന്നും CPI-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്നുമൊക്കെ അവർ ചർച്ച ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ ലക്ഷ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെയാണ്. അതിനു മുമ്പ് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഈ BJPയുടെ സംസ്ഥാന ഘടകത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു വലിയ പരിഗണന ലഭിക്കുകയും ചെയ്യും. കാരണം ഇനി മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് പിന്തുണ കൂടിയേ തീരുമെന്ന് BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ ഇതുവരെ നടത്തിയ നീക്കങ്ങൾ അത് കുറച്ചൊക്കെ ഫലം കണ്ടിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അത് എത്രത്തോളം ഫലമുണ്ടാക്കി എന്ന് പറയാൻ കഴിയും. ഹിന്ദു വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടും ഒരിക്കലും BJPക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ കിട്ടി മുൻപോട്ട് പോവുക അസാധ്യമായ കാര്യമാണ്. അവിടെ ഒരു പകുതി ഹിന്ദു അല്ലെങ്കിൽ ഒരു പകുതി ക്രിസ്ത്യൻ, ആ ഒരു കൂടിച്ചേരലിലൂടെയാണ് മുൻപോട്ട് പോകാൻ BJP ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മുഖങ്ങൾ അനവധി പുതിയ ഭരണസമിതിയിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു പരീക്ഷണമായിരുന്നു. ഇവിടെ രസാവഹമായ ഒരു കാര്യം, ഇത്തരം നീക്കങ്ങളൊന്നും സംസ്ഥാന സമിതിയോ സംസ്ഥാന നേതാക്കളോ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ EP ജയരാജൻ്റെ വിഷയം പുറത്തു വന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇവിടെയും 2 അഭിപ്രായം BJPയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. EP ജയരാജൻ്റെ പേര് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ല, ആദ്യം പറഞ്ഞത് ശ്രീ K സുധാകരനാണ്, കോൺഗ്രസ് നേതാവ്. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ ആ പേര് എടുത്ത് പുറത്തിടേണ്ടി വന്നതും പിന്നീട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അത് പറയേണ്ടി വന്നതും. അതിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് നീരസമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം അങ്ങനെ രഹസ്യമായി ചർച്ച നടത്തിയവരെക്കുറിച്ച് പരസ്യമായി പറയാൻ പാടില്ലായിരുന്നുവെന്ന്. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനെ ചൊറിഞ്ഞു, സ്വാഭാവികമായി അവരുടെ ഒരു രീതി അനുസരിച്ച് അവർ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് ആ പേര് പുറത്തു വരുന്നതും ചർച്ചയുടെ ദിവസങ്ങളും മറ്റും വരുന്നതും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ EP ജയരാജൻ തന്നെ പൂരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും അത് EP ജയരാജനിൽ ഒതുങ്ങുന്നതല്ല, അതൊരു ചെറിയ അറ്റം മാത്രമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അവർ അവരുടെ അഴിച്ചുപണി തുടക്കം കുറിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കാണുന്ന മുഖങ്ങളെല്ലാം തന്നെ മാറും. അവർക്കൊക്കെ പുതിയ പുതിയ ചുമതലകളിലേക്ക് മാറ്റപ്പെടും. പുതിയൊരു ഗ്രൂപ്പ് അധികാരത്തിലേക്ക് എത്തും. അവിടെ പുതിയ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്ത് കണ്ടിരിക്കുന്ന മറ്റൊരു പാർട്ടിയുടെ നേതാവാകും നാളെ BJPയുടെ നമ്മുടെയൊക്കെ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ അധ്യക്ഷനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സമൂല മാറ്റത്തിന് ഒരുങ്ങുകയാണ് കേരളത്തിലെ BJP. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതാട്ടെ സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും. ഇതന്നെയാണ് ന്യൂസ് ഞങ്ങളതിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.